അലകടലിൽ മീൻ പിടിക്കാൻ പോകാമോ കൂട്ടരെ? ആനന്ദം, എന്തോരാനന്ദം. അവിടെ നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ കാണാമേ. ആനന്ദം, എന്തോരാനന്ദം. വന്നിടുമോ നിങ്ങൾ കൂടെ മീൻ പിടിക്കാനാ? വന്നിടുമോ നിങ്ങൾ കൂടെ മീൻ പിടിക്കാനാ? ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ. അയ്യോ പത്രോസേ, പാവം പത്രോസേ, നീനൊന്നും കിട്ടിയില്ലയോ? അയ്യോ പത്രോസേ, പാവം പത്രോസേ, നീനൊന്നും കിട്ടിയില്ലയോ? മുഴുവൻ വനയെറിഞ്ഞിട്ടും വനയിലൊന്നും കുടുങ്ങിയില്ലയോ? മുഴുവൻ വനയെറിഞ്ഞിട്ടും വലയിലൊന്നും കുടുങ്ങിയില്ലയോ? ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ. യേശുനാഥൻ അവിടെ വന്നു, അവൻ വചനം ശിഷ്യരു കേട്ടു. യേശുനാഥൻ അവിടെ വന്നു, അവൻ വചനം ശിഷ്യരു കേട്ടു. വല മുഴുവൻ നീങ്ങിതന്നെ അതിശയത്താൽ സന്തോഷിച്ചല്ലോ. വല മുഴുവൻ നീങ്ങിറങ്ങേ അതിശയത്താൽ സന്തോഷിച്ചല്ലോ. ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ. അലകടലിൽ മീൻ പിടിക്കാൻ പോയല്ലോ കൂട്ടരെ. ആനന്ദം, എന്തോരാനന്ദം. അവിടെ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടല്ലോ കൂട്ടരെ. ആനന്ദം, എന്തോരാനന്ദം. മടങ്ങിടാമോ നമ്മളുമായി കുളിരിലേക്ക്? മടങ്ങിടാമോ നമ്മളുമായി കുളിരിലേക്ക്? ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ, ഏലേലോ ഏലേലോ ഐലസാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാലോം ടെലിവിഷനും ജീസസ് യൂത്ത് കെയറസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ പ്രോഗ്രാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ന്യൂ ഇയറിൽ കൂടുതൽ പുതുമകളോട് കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആക്ഷൻ സോങ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? ഇന്നു മുതൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും ഇതുപോലെ വെറൈറ്റി ആയിരിക്കും. ആർ യു എക്സൈറ്റഡ്? ഞാനും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോയാലോ? നമ്മുടെ കിഡ്സ് വൈബ്സ് കാണാം. പെട്ടെന്ന് വെറുതെ സമയം പോണു. 7 അടച്ചോളൂ മതി. ക്ലാസിക് 7. നിന്റെ ഒരു കാർഡ് ഫ്ലിപ്പായതാണ് ഇച്ചിരി എഴുതായിരുന്നു. ശരിയാണ്. ഇവിടെ 1 2 3 4
അടിപൊളി 7. അടിപൊളി. 7. ഏഴെണ്ണം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 7 ഉണ്ട്. 7. നിനക്ക് എത്ര എണ്ണം? എനിക്ക് 1 2 എനിക്ക് 7 ഉണ്ട്. 4 എനിക്ക് 5 6 7 8. അപ്പോൾ ഇവിടെ തുടങ്ങാം. എനിക്ക് ഒരു നല്ല കാർഡും ഇല്ലടാ, എല്ലാം നമ്പേഴ്സാ. ഇവനും കേട്ട പുറകെ അത് കേട്ടു. ഇതാണ് സ്റ്റാർട്ടിങ് കാർഡ്. ഓക്കെ, കളർ ചേഞ്ചസ് ടു പിങ്ക് തന്നെ. ഓക്കെ. എടാ ഞാൻ ഊണൊന്നും പിടിച്ചില്ല, നീ പിടിച്ചില്ലടാ. ഞാൻ ജയിച്ചു. ഹലോ, എന്താണ് ഇവിടെ പരിപാടി? ഊണ് കളിക്കുവായിരുന്നു. ഊണം കളിക്കുവാണോ? ജയിച്ച അപ്പൊ ക്യാരംസും ചെസ്സൊക്കെ ഇത് എന്നാടാ ഈ കാണുന്നേ? നീ ഇതെന്താ കാണുന്നേ? വീട് ഫുള്ള് ശരിക്കും നിങ്ങൾ എന്താ കളിക്കുന്നേ? ഞങ്ങൾ ആദ്യം ക്യാരംസ് കളിച്ചു, പിന്നെ ചെസ് കളിച്ചു, പിന്നെ ഊണോ കളിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാം. ഇതിലെല്ലാ കാർഡും ഒക്കെ ഉണ്ടോടാ? പോയിന്റ്സ് ഒക്കെ ഇല്ലെന്ന് ഉറപ്പാണോ? ഉണ്ടാവണം. കളിയൊക്കെ കഴിഞ്ഞില്ലേ ചേട്ടന്മാരുടെ? ഇത് ഇങ്ങനെ ഇട്ടാ മതിയോ നമുക്ക്? പപ്പ അമ്മയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടായിരിക്കില്ലേ വരുന്നേ? നമുക്ക് പയ്യെ ക്ലീൻ ചെയ്താലോ? അല്ലേ? നമ്മൾ കളിച്ച നമ്മൾ തന്നെയല്ലേ വൃത്തിയാക്കണ്ടേ? ആ ചേച്ചി പറഞ്ഞ ഓർക്കുന്നില്ലേ? നമുക്ക് ക്ലീൻ ചെയ്യാൻ പതിയെ. ബാ, നമുക്ക് ഒരുമിച്ച് ചെയ്യാവേ. അപ്പൊ കാർഡ് ആരാ പറക്കാൻ പോകുന്നേ? ഞാൻ മറക്കാം. ഓക്കെ, ചെസ് ബോർഡോ? എന്നാ നമുക്ക് ക്യാരംസ് മാറ്റാം. ഓക്കെ, ആരാ ക്യാരംസിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ? നീ പോ. എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഇത് എന്താ അവിടെ വെക്ക്. ഇത് ഞാനിപ്പോ ഇതും ക്യാരമിന്റെ അമ്മ അവിടെ നിൽക്കുന്നു. ചെസ് ബോർഡ് റെഡിയാണ്. ഹെൽപ്പ് ചെയ്യണം. ഊണോക്കാട് എടുക്കുക. എല്ലാം ഫിനിഷ് ആയില്ലേ? എടാ ഒരു കാർഡും കൂടെ. യെസ്, ഗുഡ് ബോയ്സ്. അപ്പോൾ ഇനി ഇങ്ങനെ വൃത്തിയാക്കിയിടുവോ? കളിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അലങ്കോലൊക്കെ ആക്കാതെ ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് വൃത്തിയായിട്ട് സ്ഥലത്തേക്ക് അടുക്കി വെക്കുവോ? അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പാരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ വർക്കൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടായിരിക്കില്ലേ വരുന്നത്. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്യുമ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഓക്കെ, ഗുഡ് ബോയ്സ് ആയിരിക്കില്ലേ? ഓക്കെ. നമ്മുടെ കിഡ്സ് വൈബ്സ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? നിങ്ങളും നിങ്ങളുടെ വീട് ഇതുപോലെ നശിപ്പിച്ചിടാറുണ്ടോ? നമ്മുടെ വീടും പരിസരവും ശുചിയാക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോയാലോ? ക്രാഫ്റ്റ് സിറ്റി കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് സിറ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിബണും കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ്ലവർ ബൊക്കെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡ് റോസസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് റെഡ് റിബൺ, അതുപോലെ കുറച്ച് ബീഡ്സ്, പിന്നെ ഗോൾഡൻ കളറ് കമ്പി, ഫ്ലവർ റിബൺ, ഇത് ബൊക്കെ റാപ്പിംഗ് പേപ്പറാണ്, ഫെവിക്വിക്ക്, സിസേഴ്സ്, പിന്നെ സൂചി നൂല്, അതുപോലെ 2 റബ്ബർ ബാൻഡ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ റിബൺ എടുത്തിട്ട് അത്യാവശ്യം നീളത്തിൽ തന്നെ എടുക്കണം. റിബൺ കട്ട് ചെയ്തിട്ട് നമ്മൾ സൂചിയും നൂലും റെഡിയാക്കണം. ഇതും അത്യാവശ്യം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഈ റിബണിൻ്റെ എഡ്ജിലായിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഫോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 2 or 3 ടൈംസ് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തിട്ട്
നമ്മളിത് സ്റ്റിച്ച് ചെയ്യണം. ഈ സ്റ്റിച്ച് ചെയ്യുന്നത് വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യണമെന്നില്ല, അത് ജസ്റ്റ് ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന പാർട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ടേൺ ചെയ്യണം. എഗെയിൻ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ടേൺ ചെയ്യണം. ഇത് ലൂസായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ത്രൂ ഔട്ട് ഫ്ലിപ്പ് ആൻഡ് ഫോൾഡ് ആൻഡ് സ്റ്റിച്ച്. ഞാനിവിടെ റെഡ് റിബൺ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. റെഡ് റോസസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം, ലൈക്ക് പിങ്ക്, വൈറ്റ് എക്സെട്ര. ലൂസായി തുടങ്ങുമ്പോൾ ജസ്റ്റ് റഫായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ ഏറ്റവും അറ്റത്ത് വരുന്ന പാർട്ട് കുറച്ചുകൂടെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം, സെക്യൂർ ആയിട്ട് വെക്കാനാണ്. ഞാനിവിടെ ജസ്റ്റ് റഫായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ, പെർഫെക്ഷൻ ഇല്ല. നമ്മുടെ റോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു സ്റ്റെം വേണം. സ്റ്റെമ്മിനായിട്ട് ഞാൻ ഗോൾഡൻ കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു യു പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ റോസിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പൊന്തിയിരിക്കണ സെക്ഷൻ ഉണ്ടാവും. അവിടെ ഈ യു കയറ്റി ഒന്ന് ടൈറ്റൺ ചെയ്യണം. ഒന്നുകൂടെ കുറച്ച് സെക്യൂർ ആയിട്ടിരിക്കാൻ അവിടെ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കാം. ഇനി ബൊക്കയുടെ ഇടയ്ക്ക് വെക്കാൻ കുറച്ച് ബീഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാം. അതിനുവേണ്ടി ഒരു കമ്പി എടുത്തിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്യണം. ഒരു ഹാഫ് എടുത്തിട്ട് നമ്മളത് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഫ്ലവേഴ്സിന് മാച്ച് ആവാൻ വേണ്ടി ഞാനിവിടെ റെഡും വൈറ്റും അതുപോലെ പിങ്ക് ബീഡ്സുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഈ ബീഡ്സ് ഈ കമ്പിക്കകത്തോട്ട് കയറ്റിയിട്ട് ഈ കമ്പി ചെറുതായിട്ട് അതിൻ്റെ അടിയിലായിട്ട് കെട്ടി വെക്കണം. അതുപോലെ ബാക്കി 2 ബീഡ്സും വേറെ കമ്പിയിൽ ജോയിൻ ചെയ്തിട്ട് കെട്ടി വെക്കണം. ഇപ്പം 3 സ്റ്റിക്സ് ഉണ്ട്. ഇത് 3ഉം ഒരുമിച്ച് അറ്റാച്ച് ചെയ്യണം. ഈ വലിയ സ്റ്റിക്കയിലോട്ട് ചെറിയ 2 സ്റ്റിക്സ് കോർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു ഒറ്റ പീസായിട്ട് 3 ബീഡ്സ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ബൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ഫ്ലവേഴ്സ് വേണം. ഞാൻ അതൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറും കൂടെ ഇതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് എംപ്റ്റി ആയിട്ട് കിടക്കുന്ന സ്പേസസ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഈ സംഭവം വെച്ച് കൊടുക്കാം. ഈ എക്സ്ട്രാ വരുന്ന 2 കമ്പി ബാക്കിയുള്ളതിൻ്റെ കൂടെ ചുറ്റി വെക്കാം. നമ്മൾ ഈ റോസസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം ഒരു മാക്സിമം പറ്റുന്ന പോലെ ഒരു ബോൾ ഷേപ്പിൽ വരാൻ നോക്കണം. എന്നാലേ നമ്മുടെ ബൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇനി റാപ്പിംഗ് പേപ്പർ എടുത്ത് ബൊക്കെ റാപ്പ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു റാപ്പിംഗ് പേപ്പറാണ്. ഞാനത് 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈ റാപ്പിംഗ് പേപ്പർ സ്ലൈറ്റ്ലി സിമെട്രിക്കലായിട്ടല്ല, വെറുതെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ
ഈ ബൊക്കെ വെച്ചിട്ട് ജസ്റ്റ് റഫായിട്ട് റാപ്പ് ചെയ്തെടുക്കുക. അതുപോലെ അടുത്ത റാപ്പിംഗ് പേപ്പറും എടുക്കുക, റഫ്ലി ഫോൾഡ് ചെയ്തിട്ട് ബൊക്കെ ഇതിന് മേളിൽ വെച്ചിട്ട് ഈ 2 റാപ്പിംഗ് പേപ്പറും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ റബ്ബർ ബാൻഡ് വെക്കാൻ. ഇനി നമുക്കിവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി കെട്ടാം. റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞ് റാപ്പിംഗ് പേപ്പേഴ്സ് കുറച്ച് വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, ഈ സൈഡും കൂടെ കവർ ചെയ്യണം. അതിനുവേണ്ടി 2 പേപ്പേഴ്സും കൂടെ എടുക്കുവാണ്. ഇതും അതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ആ 2 എണ്ണവും നമുക്ക് റബ്ബർ ബാൻഡ് വെച്ച് ടൈറ്റായിട്ട് കെട്ടാം. കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കാൻ ഞാൻ ഈ കമ്പി വെച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കുവാണ്. നമ്മുടെ ബൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ഫൈനൽ ടച്ചിനായിട്ട് ഞാൻ ഈ ഫ്ലവർ റിബണും കൂടെ വെച്ച് കൊടുക്കുവാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആർ ബൊക്കെ ഈസ് റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നമുക്ക് ക്രാഫ്റ്റ് സിറ്റിയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നമ്മുടെ ബൊക്കെയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സെഗ്മെൻറ്റിലേക്ക് പോകാം. ലെറ്റ്സ് സോൾവ് ദ പസിൽ. എന്നാലും അവനിങ്ങനെ ചെയ്തതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും ഇപ്പോഴാ ഷോക്ക് എൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ടില്ല. നിങ്ങൾ പോയായിരുന്നോ അവൻ്റെ വീട്ടിൽ? എനിക്കത് കണ്ടു നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വയ്യ. അവൻ്റെ പാരൻസിൻ്റെ ഫേസും എനിക്ക് വയ്യ. പക്ഷെ അവനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ആ ഒരു തോന്നിയില്ലല്ലോ ഡിപ്രഷനാണെന്ന്. എനിക്കും കഴിഞ്ഞ ദിവസം കൂടെ മെസ്സേജ് അയച്ചേ ഉള്ളൂ. അവൻ ക്ലാസ്സിലൊക്കെ റെഗുലറായിട്ട് വരുമായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും ആരോടും പറയത്തില്ല. ഒരിക്കൽ ആകെ ഈ അടുത്താണ് അവൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങിയത്. പക്ഷെ എന്നാലും എനിക്കൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുമായിരുന്നു ആക്ച്വലി. വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്തൊക്കെയോ. അതെ, എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് എന്തോ പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക്. അതെ, അതും ഈ എക്സാമിന് എന്തോ മാർക്ക് പറഞ്ഞപ്പോൾ വീട്ടിൽ ഭയങ്കര സീനാണെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. മാർക്ക് കുറയുന്നതൊക്കെ എന്താ പറയുക, അവന് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് അവൻ പഠിക്കുന്നത്. എന്നിട്ടും അവനതിന് എത്ര സ്കോർ ചെയ്യുന്നുണ്ട്. അവൻ ലാബിലൊക്കെ വരുമ്പോൾ അടുത്ത് നിന്നാൽ എന്താ ചെയ്യണേന്ന് കൂടി അവന് അറിയാൻ പാടില്ല. അവന് താല്പര്യമില്ല. എന്നിട്ടും അവൻ അങ്ങനെയാണ് അത് ഹാർഡ് വർക്ക് ചെയ്ത് അവൻ പഠിച്ചെടുക്കുന്നത്. അതെ, ഞാൻ ഒരു ദിവസം പറഞ്ഞതാ പറ്റില്ലെങ്കിൽ പാരൻസിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ അവന് ഭയങ്കര പേടിയാണ്. പാരൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആണ്. എന്താ പറയുക, ഇപ്പം ആകെ ഒരു വിഷമമായി. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, ക്ലാസ്സിലൊക്കെ വരുമ്പോഴാണെങ്കിലും അവൻ ഒരിക്കലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മടുത്തു എന്ന്. പക്ഷെ അതൊരിക്കലും സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല. എന്താണ് എല്ലാവരും ഒരുമാതിരി ബാഡ് അടിച്ചിരിക്കുന്നത്? ശോകമാണല്ലോ സീൻ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തു. ഞാനും കേട്ടായിരുന്നു, ഒരു പയ്യൻ അല്ലേ? എന്തായിരുന്നു സംഭവം? നിങ്ങളിവിടെ പഠിച്ചാണോ? എന്തായിരുന്നു റീസൺ? ഭയങ്കര പ്രഷറാണ്, എക്സാമും സ്റ്റഡീസും. അതൊന്നാമത് ഇവൻ്റെ ഈ കോഴ്സും അവൻ ഇഷ്ടമല്ലാതെ പഠിക്കണേ. വീട്ടിൽ നിന്ന് നിർബന്ധിക്കും, മാർക്ക് കൂടുതൽ മേടിക്കണം, ഭയങ്കര പ്രഷറാണ്.
അതാണ് ഇപ്പം അറിയാവുന്നൊരു. നിങ്ങൾക്ക് സൂചനയൊന്നും കിട്ടിയില്ല? നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, ഒന്നും പറഞ്ഞില്ലായിരുന്നു? അവൻ ഇടയ്ക്ക് പറയുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ്, മതിയായി എന്നൊക്കെ പറയും. പക്ഷെ അതൊരിക്കലും ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നതാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവൻ മതിയായിന്ന് 1-2 തവണയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂയിസൈഡ് ചെയ്യുന്ന എല്ലാവരും വളരെ റെയറായിട്ടേ പെട്ടെന്ന് ചെയ്യുന്നുള്ളൂ. ഒരു സഡൻ ഇമോഷൻ്റെ പുറത്ത് ചെയ്യുന്നത് വളരെ റെയറാണ്. മറ്റേ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവർ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വളരെ ലാഘവത്തോടെ എടുക്കും, അങ്ങനെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷെ നമ്മളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ജീവിതം മടുത്തു, അല്ലെങ്കിൽ ഇനി ജീവിക്കാൻ തോന്നണില്ല, സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും ക്ലിനിക്കലി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കേസാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബോധ്യമില്ല. നമ്മൾ വിചാരിക്കും പിന്നെ ഇപ്പം ഒരാൾ നമ്മളോട് പറയുകയാണ് ആത്മഹത്യ ചെയ്യാൻ, എനിക്ക് അങ്ങനെ ജീവിക്കണം എന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് പോയേ അതൊക്കെ വിട്ടുകളാം എന്ന് വളരെ സിമ്പിളായി നമ്മൾ പറഞ്ഞിട്ടങ്ങ് പോകും. പക്ഷേ ഒരാൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാളെ ഏറ്റവും വേസ്റ്റായിട്ടുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ഇത് ആരോടെങ്കിലും പറയാമെന്ന് വിചാരിച്ചാലും പറഞ്ഞാൽ ഇനിയിപ്പോൾ ക്ലിനിക്കലി ഒരു ഇത് തേടുക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടല്ലേ. അങ്ങനെയൊക്കെ പലരും ചിന്തിക്കണേ. ഡിപ്രഷനാണ്, അത് മെഡിക്കലി നോക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞാലും അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ ആർക്കും താല്പര്യം. നമ്മളങ്ങനെ പൂർണ്ണമായിട്ട് ഡിപ്രഷൻ എന്ന് പറയേണ്ടത് ഇതൊരു സൂയിസൈഡ് ടെൻഡൻസി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരാൾക്ക് വീണ്ടും അത് ഇടയ്ക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇപ്പം നേരെ ഇങ്ങനെ പറഞ്ഞ ഒരാളെ കൊണ്ടുപോയി പെട്ടെന്ന് ബലമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നല്ല. നമുക്ക് അവരുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സില്ലേ, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൗകര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പറയാം ഒന്ന് മനസ്സ് തുറന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾ മാറും. നമുക്ക് അങ്ങനെയൊന്ന് കാണാവുന്ന ഫ്രണ്ട്സിന് വളരെ ഇതായിട്ട് കൺവിൻസിങ് ആയിട്ട് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാം. നിങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ടാവും ചിലപ്പം കൗൺസിലിംഗ് ഫെസിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും നിങ്ങളുടെ കോളേജിൽ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടംപോലെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയി നീ ഒന്ന് മനസ്സൊന്ന് തുറന്ന് ഫ്രീ ആയി കഴിയുമ്പം നിനക്ക് അതിൻ്റെ ആ ഒരു ടെൻഡൻസി മാറുമെന്ന് പറയാം. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അവർ അഡ്രസ്സ് ചെയ്യുമല്ലോ, അവർ പ്രൊഫഷണൽസ് ആണല്ലോ, അപ്പോൾ അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യും. അപ്പോൾ നമ്മളതൊരു ഇത്തിരി വിവേകത്തോടെ ആരെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളോട് സൂചിപ്പിച്ചാൽ നമ്മളത് ഗൗരവത്തിലെടുക്കണം. അല്ലെങ്കിൽ നമ്മളും കൂടെ അതിന് റെസ്പോൺസിബിളാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് നയിച്ചത്. അവർ പക്ഷേ ഒരിക്കൽ പറഞ്ഞു. പിന്നെ ഇപ്പം നിങ്ങളായിട്ട് റീസെൻ്റ്ലി ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു? എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചുള്ളൂ. അതിലിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഞാനിങ്ങനെ അവനോട് പറഞ്ഞു വീട്ടിലൊന്ന് പാരൻസിനോട് ഓപ്പൺ ആയിട്ട് പറ. അപ്പോൾ അവൻ പറയണ പാരൻസ് മിക്കവരും ഇതിങ്ങനെ മെൻ്റൽ ഹെൽത്ത് അത്ര പ്രയോറിറ്റി കൊടുക്കില്ലല്ലോ, പഠിച്ചാൽ ശരിയാവും അങ്ങനെയൊക്കെ വീട്ടിൽ പറയണേന്ന് അവൻ പറഞ്ഞേ. അത് പാരൻസിൻ്റെയും നിങ്ങളുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് പാരൻസ് ആണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാശി പിടിക്കില്ലേ? നിങ്ങൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാശി പിടിച്ച് മേടിക്കും, മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് മേടിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് പറയും? സ്റ്റഡീസ് പാരൻസ് കമ്പൽ ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾ പാരൻസ് ആണെങ്കിലും ആര് കമ്പൽ ചെയ്താലും നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാനത് പഠിച്ചാൽ രക്ഷപ്പെടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പണിക്ക് നിൽക്കരുത്. അപ്പോൾ ആ ഒറ്റത്തവണ മാത്രമേ പാരൻസിന് നമുക്ക് അതുകൊണ്ട് പേരിൽ വിഷമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ നിർബന്ധിച്ചിട്ട് നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ പിന്നെ എന്നും നമുക്ക് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്, നമ്മൾ ഒരിക്കലും ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ പഠന കാര്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്നത്, നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ. അപ്പോൾ നമ്മൾ പറയും കഷ്ടപ്പെട്ടും പഠിക്കാം, ഇഷ്ടപ്പെട്ടും പഠിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നത് ഏത് സബ്ജക്റ്റാണോ അത് പഠിക്കുക. അപ്പോൾ നമ്മൾ ആ കോഴ്സ് പഠിച്ചാൽ പലതും ഓരോ പുതിയ കോഴ്സുകൾ ഓരോ ദിവസം വരുമ്പോൾ പറയും അത് പഠിച്ചിട്ട് കാര്യമില്ല, ഇത് പഠിച്ചിട്ട് കാര്യമില്ല. അത് കേട്ട് നമ്മൾ പോകാതെ നമുക്ക് ഏത് വിഷയമാണോ താല്പര്യം, എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ സ്കോപ്പുണ്ട്. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ നമുക്ക് താല്പര്യം അതിലേറ്റവും ടോപ്പിലെത്താൻ നമ്മൾ പരിശ്രമിക്കുക, അതെടുക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ പാരൻസ് പറഞ്ഞു എന്നുള്ളൊരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം എടുത്ത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ സഫർ ചെയ്യരുത്. ഇപ്പോൾ അവന് ഏതെങ്കിലുമൊക്കെ പേപ്പറുകൾ അവന് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാതെ പഠിക്കുമ്പോൾ സ്വാഭാവികം അവനൊന്നും മനസ്സിലാവില്ല, അവന് പേപ്പറുകൾ പോവും. അപ്പോൾ അവന് വിഷമാവും, പാരൻസ് അതിനനുസരിച്ച് പ്രഷർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ ആദ്യമേ നമുക്ക് ഒറ്റ ഡിസിഷൻ എടുത്താൽ മതി, ഞാനിതിന് പഠിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ മൊബൈൽ വേണമെങ്കിൽ നിങ്ങൾ വാശി പിടിച്ച് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള സാമർത്ഥ്യം നിങ്ങൾക്കുണ്ടല്ലോ. 2 വീലർ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ മേടിച്ചെടുക്കും. അപ്പോൾ പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ വേഗം മൊത്തത്തിൽ പാരൻസിൻ്റെ തലയിലിടാതെ അവിടെ നിങ്ങൾ സ്റ്റേണായി പറയണം. ഇനി പറ്റിയില്ല നിങ്ങളുടെ ടീച്ചേഴ്സിനെ കൊണ്ട് പറയിക്കുക. ടീച്ചേഴ്സ് പാരൻസിനോട് പറയും പറ്റാത്തൊരു സാധനം പഠിപ്പിച്ചാൽ ഈ കുട്ടിയുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ
നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് സൗകര്യമായിട്ട് പഠിക്കാൻ താല്പര്യത്തോടെ പഠിക്കാനുള്ള സബ്ജക്റ്റ് എടുക്കുക. രണ്ടാമത് ഇങ്ങനെയൊരു സൂയിസൈഡ് ടെൻഡൻസിയെക്കുറിച്ച് ആരെങ്കിലും സൂചിപ്പിച്ചാൽ അത് പറയുക. ഇനി നമ്മൾ മനുഷ്യർ നമുക്കും ഒക്കെ തോന്നാം. അപ്പം നമ്മൾ തന്നെ ആ രീതിയിലൊന്ന് ഇങ്ങനെ ഒരു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു, അങ്ങനെയാണ് നമ്മളൊന്ന് ആരോടെങ്കിലും മനസ്സ് തുറക്കണം. നമ്മൾ ഇപ്പോൾ തോന്നി ഇനി കുഴപ്പമില്ല, അങ്ങനെ വിട്ട് കളയരുത്. ഇതിന് വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ നമുക്ക് ഒരു പേപ്പർ തോറ്റു, അല്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഓഫ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ക്ലാസ്, ഇതിനെല്ലാത്തിനും നമ്മുടെ മുന്നിൽ പരിഹാരമുണ്ട്. നിങ്ങൾ ഒരു ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് എടുത്തു, നിങ്ങൾ 1 വർഷം പഠിച്ചു, നിങ്ങൾക്ക് നിർത്തി അടുത്ത കോഴ്സിന് ചേരാനുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിന് പകരം ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മളെല്ലാ വാതിലുകളും അടയ്ക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവൻ അത്രയും വിലപ്പെട്ടതാണ് അല്ലേ? ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് ജീവൻ നമുക്ക്. അപ്പോൾ അതിൻ്റെ മേലെ അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് ഇപ്പോൾ നിങ്ങൾ അവരുടെ പാരൻസിൻ്റെ ഒരവസ്ഥ, പാരൻസ് കമ്പൽ ചെയ്തത് ശരിക്കും ഈ കുട്ടിയെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. ഇവൻ്റെ ഫ്യൂച്ചർ നന്നാവണം, നല്ല കോഴ്സ് എന്നൊക്കെ ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കും. പക്ഷെ ഇന്ന് അവരനുഭവിക്കുന്ന ഒരു വേദനയില്ലേ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ പാരൻസിനും അതുപോലത്തെ ഒരു വിഷമത്തിലേക്ക് പോകും. നിങ്ങളെ വേണ്ടപ്പെട്ടവരൊക്കെ സങ്കടത്തിലാക്കും. നിങ്ങൾക്ക് പിന്നെ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലില്ല, എന്നേക്കുമായി അവസാനിച്ചു. പക്ഷേ തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് വീണ്ടും കയറി വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ഏത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അഥവാ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിനിക്കലി നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ടീച്ചറോടോ ഈവൻ നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനോടോ ആരോടെങ്കിലും ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇപ്പം എന്തായാലും ആൾ പോയി അല്ലേ? ഇപ്പം നിങ്ങളിരുന്ന് ദുഃഖിക്കുന്നു എന്നല്ലാതെ പോയ ആളെ സംബന്ധിച്ചൊന്നുമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ, നമ്മളിൽ ഒരാൾ പോയാൽ അവിടെ പോയെന്ന് തന്നെയാണ് അർത്ഥം, നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വെച്ചുകൊണ്ടിരിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ആലോചിച്ച് നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. പോയ ആൾ പോയി, സമയം കിട്ടുമ്പോൾ പോയി വീട്ടിൽ ആശ്വസിപ്പിക്കുക, അവരുടെ പാരൻസിനൊക്കെ ആശ്വസിപ്പിക്കുക. ഇടയ്ക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് സന്തോഷം കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ഇങ്ങനെ ഒരു ഇതിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കുക. ഓക്കെ, എന്നിങ്ങനെ വിഷമിച്ചിരിക്കണം. നമുക്കെല്ലാവരും കൂടെ ഒന്ന് ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് വരാം. ബാ, നല്ല ഐഡിയ. നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സംശയമൊക്കെ തീർന്നു അല്ലേ? നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം എല്ലാവരും കാത്തിരിക്കില്ലേ? ബൈ. അലകടലിൽ മീൻ പിടിക്കാൻ പോകാമോ കൂട്ടരെ? ആനന്ദം, എന്തോരാനന്ദം. അവിടെ നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരെ കാണാമേ. ആനന്ദം, എന്തോരാനന്ദം. വന്നിടുമോ നിങ്ങൾ കൂടെ മീൻ പിടിക്കാൻ? വന്നിടുമോ നിങ്ങൾ കൂടെ മീൻ പിടിക്കാൻ? ഏതേലോ ഏതേലോ ഐലസാ